ക്വസ്റ്റ്യൻ നമ്പർ 15th ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഓരോരോ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ അസിഡിറ്റി ഓർഡർ ഇതാണ് പറഞ്ഞത്. ഇത് നമുക്കറിയാം മക്കളെ, ഇതാരാ? അനിലിന് എന്ത് നടന്ന്? ഡയാസോട്ടൈസേഷൻ നടന്നു. അനിലിന് ഡയാസോട്ടൈസേഷൻ നടന്ന് എന്താ കിട്ടുക? ബെൻസീൻ ഡൈ അസോണിയം സാൾട്ട് കിട്ടും. ആ ബെൻസീൻ ഡൈ അസോണിയം സാൾട്ടിന് CuC തന്നെ ആഡ് ചെയ്തു. ബെൻസീൻ ഡൈ അസോണിയം സാൾട്ടിലോട്ട് CuC തന്നെ ആഡ് ചെയ്താൽ എന്താ? സാന്റമേർ റിയാക്ഷനാ, സയാനോ ബെൻസീൻ കിട്ടും. എന്ത് കിട്ടും? സയാനോ ബെൻസീൻ കിട്ടും. ആ സയാനോ ബെൻസീനിലോട്ട് വാട്ടർ ആഡ് ചെയ്തു. RCNലോട്ട് വാട്ടർ ആഡ് ചെയ്താൽ RCOH കിട്ടുക. അപ്പോൾ ഇവിടെ വാട്ടർ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? RCOH. അതായത് നമുക്കിവിടെ ബെൻസോയിക് ആസിഡ് കിട്ടും. എന്താ കിട്ടുക? ബെൻസോയിക് ആസിഡ് കിട്ടും. ഇതാരാ? ഒരു ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിലോട്ട് ഇത് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമ്മുടെ ഇത് ടോളറൻസ് ഫ്രീ ഏജന്റാണ്, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റാണ്. ആൽഡിഹൈഡിന് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡാക്കി മാറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ കിട്ടുക? പ്രൊപ്പനാള് പ്രൊപ്പനോയിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, ഇതാരാ? CH4ഉം O2 അല്ലേ? 1:1 റേഷ്യോയിൽ മോളിബ്ഡനം ഓക്സൈഡൊക്കെ ആണെങ്കിൽ എന്താ കിട്ടുക? ഫോർമാൽഡിഹൈഡ് കിട്ടുക, HCHO കിട്ടുക. അതിനുശേഷം ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ ആസിഡാണ് കിട്ടുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫോർമാൽഡിഹൈഡ് കിട്ടും, അതായത് മെത്തനാൾ കിട്ടും. പിന്നെ ഒരു ഓക്സിഡൈസിങ് ഏജന്റും ഉണ്ട്. അപ്പം ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ ആസിഡാണ് കിട്ടുക. അപ്പം മെത്തനാൾ എന്തായിട്ട് മാറും? മെത്തനോയിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? HCOH ആ കിട്ടുക. ഇതാരാ? ഇത് RMGXലോട്ട് CO2 ആഡ് ചെയ്താൽ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ് എന്നുള്ള ചാപ്റ്ററിൽ. RMGXലോട്ട് CO2 ആഡ് ചെയ്താൽ RCOH കിട്ടും. അപ്പം ഇതാണ് RMGBr. RCOH ആയിട്ട് മാറും. അതായത് CH2MGBr CH2COH ആയിട്ട് മാറും. ഇതാണ് കിട്ടുക. ഈ ചോദ്യം എവിടുന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഇത് അമീൻസ് നിന്ന് തന്നിട്ടുണ്ട്, ഇത് ആൽഡിഹൈഡ് നിന്നാണ്, ഇത് ഹൈഡ്രോകാർബണിലുണ്ട്, ഇതും ആൽഡിഹൈഡിലുള്ള ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഓർഗാനിക്കിന്റെ മിക്ക ചാപ്റ്ററും ബന്ധപ്പെട്ടുള്ള ചോദ്യമാണിത്. അത് ചോദ്യം കഴിഞ്ഞിട്ടില്ല. ഇതിൽ ആരാണ് മോർ അസിഡിക് എന്ന ചോദ്യം. ഏറ്റവും മോർ അസിഡിക് ആരാന്നറിയോ? ഫോർമിക് ആസിഡ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലുണ്ട്, അല്ലെങ്കിൽ GOC1 നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. എന്തായാലും ഫോർമിക് ആസിഡ് ആണ് ഏറ്റവും നല്ല അസിഡിക്. പിന്നെ ആരാ? പിന്നെ ബെൻസോയിക് ആസിഡാ വരിക. പിന്നെ ആരാ വരിക? ബെൻസോയിക് ആസിഡാ വരിക. പിന്നെ ആരാ വരിക? പിന്നെ നമ്മുടെ ഈ കോമ്പൗണ്ട്, അതായത് 2-ഫിനൈൽ എത്തനോയിക് ആസിഡാ വരിക. 2-ഫിനൈൽ എത്തനോയിക് ആസിഡാ വരിക. അതായത് ഇയാൾ വരും. ഏറ്റവും അസിഡിറ്റി കുറവ് ഇവിടെ പ്രൊപ്പനോയിക് ആസിഡാണ്. ഏറ്റവും അസിഡിറ്റി കുറവാരാ? പ്രൊപ്പനോയിക് ആസിഡാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇയാളൊരു -I ക്യാരക്ടർ ഉള്ള ഒരാളാണ്. ഇവിടെ രണ്ടും +I. ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അസിഡിറ്റി കുറയുക. ഇവിടെ ഒരാൾ +I ഒരാൾ -I. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരാൾ -I മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് പിന്നെ ഇക്വലന്റ് റെസ്പോൺസ് കാരണമാണ് ഇയാളുടെ മോർ അസിഡിക് ആവാൻ കാര്യം. H+ പോയതിനു ശേഷം കിട്ടുന്ന ആൾ ഹൈലി സ്റ്റേബിൾ, അതുകൊണ്ട് ഡ്യൂ ടു ഇക്വലന്റ് റെസ്പോൺസ്, അതുകൊണ്ടാണ് ഇയാൾ മോർ അസിഡിക് ആവാൻ കാരണം. അപ്പോൾ ഏറ്റവും നല്ലത് C, പിന്നെ A, പിന്നെ D, പിന്നെ B. CADB. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം? 4 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട്.